മണിയായിട്ട് ദിണ്ടിഗലിലുള്ള മണി പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അടുത്തത് ആര് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. എല്ലാ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർ പത്മകുമാറും ശങ്കർദാസും ഒക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ വിജയകുമാറും ഒക്കെ ആലോചിച്ച് മുരാരി ബാബുവിനെ കൊണ്ടും മറ്റുമൊക്കെ അങ്ങ് നടത്തിച്ചു. അത് നടത്തിച്ചപ്പോൾ അതിൻ്റെ പങ്കുകാരായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങനെയുള്ള ചില ആളുകളും വന്നു. ബെല്ലാരിയിൽ ഗോവർദ്ധൻ ഉണ്ടായി. ഇതാണ് സ്റ്റോറി ലൈൻ എന്ന് നമ്മളങ്ങ് വിശ്വസിക്കണോ? കാരണം ഇതൊരു ദേവസ്വം ബോർഡ് ഇവിടെ ഉണ്ടല്ലോ. ദേവസ്വം ബോർഡ് ഭരിക്കപ്പെടുന്നത് കൃത്യമായും അതിൻ്റെ ചട്ടങ്ങളോടുകൂടിയാണെങ്കിലും ദേവസ്വം വകുപ്പുണ്ട്, ഇവിടെ സർക്കാരുണ്ട്, ഭരണകൂടമുണ്ട് എന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ ദേവസ്വം ബോർഡിനെ മുഴുവൻ തൂത്ത് തുടച്ച് അകത്തിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല കേട്ടോ ഇത് സർക്കാരിനും ദേവസ്വം വകുപ്പിനും കൈ കഴുകാൻ പറ്റുമോ? ശ്രീ അഭിലാഷെ, 5 പേരുടെ ചോദ്യമുണ്ട്. ഞാൻ ചുരുക്കി പരമാവധി പറയാൻ ശ്രമിക്കാം. ഒന്ന്, അങ്ങ് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളത് എൻ്റെ ഒരു പാരഡി. മണിനാദം എവിടെ നിന്ന്? അത് കർണാടകത്തിൽ നിന്ന് തുടങ്ങി ഡൽഹിയിലെത്തി നിൽക്കുകയാണ്. കേരളത്തിലല്ല മണിനാദം കേൾക്കുന്നത്. നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ വലിയ താമസമില്ലാതെ ഈ സംഭവം ആരിൽ നിന്ന് ആരിലേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് എത്തിച്ചേരും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ശബരിമലയിൽ തെളിഞ്ഞൊരു കേസുണ്ട് കൃത്യമായിട്ട്. അത് UDFൻ്റെ മന്ത്രി ശ്രീ VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാർ 1,87,00,000 രൂപയുടെ അഴിമതി കാണിച്ച് അത് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്. VS ശിവകുമാറിൻ്റെ പേര് രാജിവെക്കണമെന്നോ ബഹളം ഉണ്ടാക്കുക, അദ്ദേഹത്തെ പുറത്താക്കുമെന്നും കോൺഗ്രസ് ചെയ്തിട്ടില്ല. അത് തെളിഞ്ഞ അഴിമതിയാണ്. ഇതൊക്കെ തെളിയിക്കാൻ കിടക്കുകയാണ്. ഇനി ശബരിമലയിലെ തന്ത്രിയുടെ പങ്ക്. ശബരിമലയിലെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാര പ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ ശബരിമലയിലെ വിശ്വാസ പ്രമാണം അനുസരിച്ച് മൂർത്തിയുടെ പിതൃസ്ഥാനീയമാണ് തന്ത്രിക്ക്. മൂർത്തി മൈനറാണെങ്കിൽ അതിൻ്റെ പിതൃസ്ഥാനീയം തന്ത്രിക്കാണ്. ആ തന്ത്രിയുടെ ആജ്ഞയില്ലാതെ ഒരു സാധനവും ശബരിമലയിൽ നിന്ന് എടുക്കാനോ കൊടുക്കാനോ പറ്റില്ല. ചോദ്യം, വാഹനം കയ്യിൽ വെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോടൊരു വിരോധമില്ല വ്യക്തിപരമായി. ആരാണ് തന്ത്രി എന്ന് പോലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. എൻ്റെ അഭിപ്രായം, വാഹനം കയ്യിൽ വെക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ലെന്ന് അദ്ദേഹത്തിന് നമ്മളെക്കാൾ നല്ലതുപോലെ അറിയാം. പിന്നെ അതൊരു പക്ഷേ ഇവിടെ അറിയാവുന്ന ശ്രീ മഹേഷിനായിരിക്കും. ബാക്കിയുള്ളവർക്ക് അപ്പം നല്ലതുപോലെ അറിയാം തന്ത്രിയുടെ കയ്യിൽ വെച്ചുകൂടാ. എന്തിനു വെച്ചു? 2, വെച്ചുകൂടാന്ന് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, നശിപ്പിക്കേണ്ടതാണ്. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിക്കേണ്ടതാണ്. എന്തിന് കൈവച്ചു? ഇതും കൊണ്ട് എന്തിന് പുറത്ത് പൂജയ്ക്ക് പോയി? ഇതിന് ഉത്തരം പറയണ്ടേ? അപ്പം നിങ്ങൾ തന്ത്രിയിലേക്ക് പോകണ്ട, മന്ത്രിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇത് കേസ് ശരിയാകുമോ? അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തത്, ഈ CPM-ഉം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടാണോ ബന്ധം? CPM-ഉം ഭണ്ഡാരിയായിട്ടാണോ? CPM-ഉം ഗോവർദ്ധനുമായിട്ടാണോ? ആരുമായിട്ടാണ് ബന്ധം? ഈ ഗോവർദ്ധനും ഭണ്ഡാരിയും വല്ല ബന്ധവും CPIM-ഉമായിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് ഞങ്ങളാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റി വിളയാടിയത്, ഉണ്ണിയുടെ വിളയാട്ടം അവിടെ നടന്നത് മുഴുവൻ നിങ്ങൾ കണ്ടില്ലേ? ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ സമരം നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശ്രീ പ്രയാറിൻ്റെ വലങ്കയ്യ. അവിടെ നിന്നാണ് പ്രയാർ വിളിച്ച് സോണിയാജിയുടെ ഒക്കെ കൊണ്ടുപോകുന്നത്. സോണിയാജിക്ക് പണ്ട് മത്സ്യമായിട്ടൊക്കെ കേരളത്തിൽ നിന്ന് വളരെ പോവായിരുന്നു, മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ സോണിയാജിയുടെ പിന്തുണ പിടിക്കാൻ വേണ്ടി അടൂർ ഗോപാലകൃഷ്ണനോ ആന്റോ ആന്റണിയോ കൊണ്ടുപോയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമായിട്ടാണ് ബന്ധം. പോറ്റിയെ കയറ്റിയത് ആരപ്പ? പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അപ്പ. ഞങ്ങൾക്ക് അതിൽ ബന്ധമില്ല. പോറ്റിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഭണ്ഡാരിയായിട്ട് ബന്ധമില്ല, ഗോവർദ്ധനുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഇത് നടന്ന പ്രധാന സംഭവങ്ങൾ നടന്ന കാലത്ത് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എന്ന തരത്തിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ സംഭവിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കയറി, ആര് കയറ്റി, എവിടെ കയറ്റി, ആര് കൊണ്ടുപോയി, ആർക്ക് കൊടുത്തു, ഇതാണല്ലോ അറിയേണ്ടുന്നത്. അത് വലിയ താമസമില്ലാതെ അറിയും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പേടിയില്ല. പിന്നെ പത്മനാഭൻ സാർ ഇവിടെ പറഞ്ഞത്, അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സാർ, ശാസ്താംകോട്ടയിലെ കൊടിമരം, ഞാൻ ആ ജില്ലക്കാരനാണ്. ശാസ്താംകോട്ടയിലെ കൊടിമരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് BJP ഭരണത്തിൽ ഇരിക്കുമ്പോഴവിടെ അവിടുന്ന് തന്നെ BJP-യിൽപ്പെട്ട ഒരു സെറ്റാണ് ഹൈക്കോടതിയിൽ പോയത് ആ കേസിൽ. അതുകൊണ്ട് അങ്ങയുടെ പാർട്ടി തന്നെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യം അതാണ്. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സംവിധാനം വേണമെന്ന് ശ്രീ മഹേഷ് തന്നെ പറഞ്ഞല്ലോ. ആ സംവിധാനം രാജഗോപാൽ സാർ പറഞ്ഞു. ആ സംവിധാനം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടാക്കി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പണ്ടും അത് ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കുക, ശബരിമലയിലെ അനധികൃത കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തുക, ഇതൊക്കെ പണ്ടും ചെയ്തിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളോടൊപ്പം. പക്ഷെ ഇപ്പം ചെയ്തേക്കുന്നത് എന്താ? കേരളത്തിലെ നമ്പർ 1 ഉദ്യോഗസ്ഥരിൽ ഒരാളായി പേര് കേട്ട, പ്രശസ്തി ആർജിച്ച, കീർത്തിമാനായിട്ടുള്ള, നല്ല ശേഷിയുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള
ജയകുമാർ സാറിനെ ഏൽപ്പിച്ച എന്താ? ഞങ്ങളുടെ സതുദ്ദേശമാണ് അതിനകത്ത്. അതുപോലെ മദ്രാസിലെ ഒരു കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ മുഴുവൻ സർവൈലൻസിനകത്ത് വരുത്താനും ഈ ഒരു പൊടി പോലും അകത്തോട്ടോ പുറത്തോട്ടോ പോയാലും കണ്ടുപിടിക്കാനുള്ള ലക്ഷണമൊത്ത കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് പൊടി പോലും പുറത്തേക്ക് പോകാത്ത വിധത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവുന്നതൊക്കെ വളരെ നല്ല കാര്യം. ഇതുവരെ നടന്നത് എന്ത് എന്നുള്ളതാണല്ലോ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്.